നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന ഇപ്പോൾ SSCയുടെ സ്റ്റെനോഗ്രാഫർ എക്സാമിനോ അല്ലെങ്കിൽ CHSL എക്സാമിനോ ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന കൂടെ തന്നെ നിങ്ങൾക്ക് ഈ എക്സാമിനും പ്രിപ്പയർ ചെയ്യുന്നു. ഹലോ എവ്രി വൺ. സോ ISROയിൽ നിന്ന് വന്നിരിക്കുന്ന റിക്രൂട്ട്മെന്റിന്റെ വിശേഷങ്ങളൊക്കെ നമ്മുടെ ഇതിനു മുമ്പത്തെ 2-3 വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇവിടെ റിക്രൂട്ട്മെന്റ് നടക്കുന്നത് പ്യോർലി ക്ലറിക്കൽ ആയിട്ടുള്ള പോസ്റ്റുകളിലേക്കാണ്. അതായത് അസിസ്റ്റന്റ് പോലെയുള്ള പോസ്റ്റുകൾ, പിന്നെ സ്റ്റെനോഗ്രാഫർ, ജൂനിയർ പേഴ്സണൽ അസിസ്റ്റന്റ്, അപ്പർ ഡിവിഷൻ ക്ലർക്കുകൾ പോലെയുള്ള കംപ്ലീറ്റ്ലി ക്ലറിക്കൽ ആയിട്ടുള്ള പോസ്റ്റുകളിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ് നടക്കുന്നത്. അപ്പോൾ ഇതിന് സെലക്ഷൻ പ്രൊസീജിയറിൽ നമുക്കൊരു റിട്ടൺ എക്സാമിനേഷനും സ്കിൽ ടെസ്റ്റ് മാത്രമേ വരുന്നുള്ളൂ. സോ അപ്പോൾ പലരും ഇതിൽ ഒത്തിരി നമ്മുടെ ഇതിനു മുമ്പത്തെ വീഡിയോസിൽ ഒത്തിരി ഇൻട്രസ്റ്റഡ് ആയിട്ട് കോമെന്റ്സ് ഒക്കെ കണ്ടു. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്യുന്നത്. സോ അപ്പോൾ ഇങ്ങനെ ഈ ഒരു എക്സാമിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ പഠിക്കാനുള്ള വളരെ കൃത്യമായ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു സ്റ്റഡി പ്ലാൻ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇതിൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ, അതായത് ISROയുടെ റിക്രൂട്ട്മെന്റിനെ പറ്റിയിട്ട് അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് എന്താണ് ഈ റിക്രൂട്ട്മെന്റ് എന്നുള്ള കാര്യം ഒന്ന് ഓവർവ്യൂ പറയാം. ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പ് നമ്മൾ ചെയ്ത വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്, അതൊന്ന് റെഫർ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ISROയുടെ ക്ലറിക്കൽ പോസ്റ്റുകളിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ് ഇത്. സോ അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും 4 പോസ്റ്റുകളാണ് വരുന്നത്. അസിസ്റ്റന്റ് പോസ്റ്റ് ഉണ്ട്, അപ്പർ ഡിവിഷൻ ക്ലർക്ക് ഉണ്ട്, ജൂനിയർ പേഴ്സണൽ അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു പോസ്റ്റും സ്റ്റെനോഗ്രാഫർ എന്ന് പറയുന്ന പോസ്റ്റും ആണ് വേണ്ടത്. അപ്പോൾ ഈ 4 പോസ്റ്റുകളിലേക്കും ഉള്ള റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഓൺലൈൻ ആയിട്ട് നടക്കുന്ന എക്സാമിലൂടെയാണ്. അതിനുശേഷം നിങ്ങൾക്കൊരു സ്കിൽ ടെസ്റ്റ് ഉണ്ടാകും. ഇപ്പോൾ സ്റ്റെനോഗ്രാഫേഴ്സിനൊക്കെ നിങ്ങൾക്ക് അറിയാം കമ്പ്യൂട്ടറിൽ ടൈപ്പിംഗ് പ്രൊഫീഷ്യൻസി ഒക്കെ വേണ്ടി വരും. സോ അങ്ങനെയുള്ള ഒരു സ്കിൽ ടെസ്റ്റ് ഈ പോസ്റ്റുകളിലേക്ക് വരുന്നുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ഇന്റർവ്യൂ ആയിട്ടൊന്നും നമ്മുടെ നോട്ടിഫിക്കേഷനിൽ പറയുന്നില്ല. അതായത് ഒരു പാനൽ ഇന്റർവ്യൂ പോലെയുള്ള ഇന്റർവ്യൂ ഒന്നും ഉണ്ടാവില്ല. അതിന് പകരം ജസ്റ്റ് നിങ്ങളൊന്ന് ഗെറ്റ് ടു നോ ദി കാൻഡിഡേറ്റ് എന്ന് പറയുന്നത് പോലെ ജസ്റ്റ് പേര് എന്താണ് അല്ലെങ്കിൽ എവിടെ നിന്ന് വരുന്നു എന്നുള്ള ഒരു ഇന്ററാക്ഷൻ പോലെയുള്ളൊരു ഇന്റർവ്യൂ ചിലപ്പോൾ ഉണ്ടാകാം. അല്ലാതെ വേറെ ഫിസിക്കൽ ടെസ്റ്റോ പിന്നെ മെഡിക്കൽ ടെസ്റ്റോ ഒന്നും വരുന്നില്ല. അപ്പോൾ ISRO എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് നമ്മൾ ആലോചിക്കുക ഒത്തിരി ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു എക്സാം ആയിരിക്കുന്നതാണ്. എന്നാൽ ഈ എക്സാം അങ്ങനെയല്ല. ടെക്നിക്കൽ പോസ്റ്റ് അല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു എഞ്ചിനീയർ പോസ്റ്റോ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് പോലത്തെ പോസ്റ്റ് ഒന്നും അല്ല. ഇത് കംപ്ലീറ്റ്ലി ക്ലറിക്കൽ ആയിട്ടുള്ള പോസ്റ്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ എക്സാമിനേഷൻ നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ബാങ്കും SSC ഒക്കെ നിങ്ങൾ റെയിൽവേസ് ഒക്കെ പഠിക്കുന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ വരുന്ന ഒരു എക്സാം ആണ് നമ്മുടെ റിട്ടേൺ എക്സാം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോഴും ആപ്ലിക്കേഷൻ വിൻഡോ ആക്റ്റീവ് ആണ്. ഈ വരുന്ന ഓഗസ്റ്റ് 16-ാം തീയതി വരെയാണ് ഈ എക്സാമിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ എക്സാമിനെ പറ്റിയിട്ട് എടുത്തു പറയാനുള്ള കാര്യം. ആപ്ലിക്കേഷൻ വിൻഡോ ഓൾറെഡി ഓപ്പൺ ആണെന്ന് ഞാൻ പറഞ്ഞു. ഇവിടെ നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് ISROയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ടാണ് നിങ്ങൾ ഈ എക്സാമിന് അപ്ലൈ ചെയ്യേണ്ടതായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയുടെ ഡീറ്റെയിൽസിലേക്ക് പോകാം. സെലക്ഷൻ പ്രൊസീജിയറിനെ പറ്റിയിട്ടും എന്താണ് ഈ നോട്ടിഫിക്കേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോസ് ഒക്കെ നമ്മുടെ ചാനലിലുണ്ട്. ഞാൻ ഒന്നുകൂടി പറയുകയാണ്, ഇൻ കേസ് നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. ഇനി കണ്ടു കഴിഞ്ഞവർ എത്രയും പെട്ടെന്ന് ISRO.gov.in എന്ന് പറയുന്ന ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാനുണ്ട്. ഈ എക്സാമിൻ്റെ ഡേറ്റ് ആക്ച്വലി എന്നാണ് എന്ന് നോട്ടിഫിക്കേഷനിൽ പറയുന്നില്ല. അതായത് ഓഗസ്റ്റിൽ 16th വരെ ആപ്ലിക്കേഷൻ വിൻഡോ ഉണ്ടാകും എന്ന് മാത്രമേ പറയുന്നുള്ളൂ. സോ എക്സാം ചിലപ്പോൾ സെപ്റ്റംബർ ആകാം അല്ലെങ്കിൽ ഒക്ടോബർ ആകാം. അതിൽ എത്ര ഡേറ്റ്, അതായത് എക്സാക്ട്ലി ഈ ഒരു ഡേറ്റിലാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നിവിടെ പറയുന്നില്ല. പക്ഷേ നിങ്ങൾക്കറിയാം നോട്ടിഫിക്കേഷൻ വന്നതുകൊണ്ട് തന്നെ ഉടനെ തന്നെ എക്സാം ഉണ്ടാകും. ഒരു 2-3 മന്ത്സിൻ്റെ ഉള്ളിൽ എന്തായാലും എക്സാം നടക്കേണ്ടതാണ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് 60 days ആയിരിക്കും കിട്ടുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ 90 days ആയിരിക്കും. അങ്ങനെ എത്ര ഡേയ്സ് നിങ്ങൾക്ക് ഈ എക്സാമിന് മുൻപ് കിട്ടിയിട്ടുണ്ടെങ്കിലും നിങ്ങൾ പേടിക്കേണ്ട കാര്യമല്ല. ഈ ഒരു സ്റ്റഡി പ്ലാൻ നമ്മൾ ഇത്ര നമ്പർ ഓഫ് ഡേയ്സ് വെച്ചിട്ടല്ല, പല ഫേസുകളായിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് എക്സാമിന് മുമ്പ് കംപ്ലീറ്റ് സിലബസ് കവറേജ് വരുത്തുന്ന രീതിയിൽ ഉള്ള ഒരു ഡിസൈനാണ് നമ്മുടെ ഈ സ്റ്റഡി പ്ലാനിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം എല്ലാ എക്സാമിനേഷനും നിങ്ങളിപ്പോൾ ISROയുടെ എന്നല്ല ഏതൊരു എക്സാമിനേഷനും നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം ആ എക്സാം എന്താണ് എന്ന് അറിയുക എന്നുള്ളതാണ്. അതായത് ഈ എക്സാമിൽ എത്ര സബ്ജക്റ്റ് ഉണ്ട്, അതിൻ്റെ വെയിറ്റേജ് എത്രയാണ് വരുന്നത്, ഓരോ ക്വസ്റ്റ്യനും എത്ര മാർക്കാണ് വരുന്നത്, അതിൽ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയണം. അതിനുശേഷമാണ്, സോ ഇതെല്ലാം തന്നെ അറിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ആക്ച്വലി പഠിത്തത്തിലേക്ക് പോകാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ സെലക്ഷൻ പ്രൊസീജിയർ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. എങ്കിലും ജസ്റ്റ് ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെയാണ് ഈ ഒന്നാമത്തെ റിട്ടൺ എക്സാമിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് ജസ്റ്റ് ഒന്ന് പറയാം. ഓക്കെ, അതിനുശേഷമാണ് നമ്മുടെ ആക്ച്വൽ സ്റ്റഡി പ്ലാനിലേക്ക് നമ്മൾ പോകുന്നത്. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? അപ്പോൾ എക്സാമിനേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 2 മണിക്കൂറോളം, അതായത്
2 അവേഴ്സ് ആണ് നമ്മുടെ എക്സാമിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. സോ 2 മണിക്കൂർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ 120 മിനിറ്റ്സിൽ ആണ് നമ്മുടെ ഫസ്റ്റത്തെ ഓൺലൈൻ ആയിട്ടുള്ള റിട്ടൺ എക്സാമിനേഷൻ നടക്കുന്നത്. ഇവിടെ നമുക്ക് 200 ക്വസ്റ്റ്യൻസും 200 മാർക്സും ആണ് ഉണ്ടാവുക. ഓക്കെ, വിച്ച് മീൻസ് നമുക്ക് ഇവിടെ 4 സബ്ജക്ട്സ് ആണുള്ളത്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് വരുന്നുണ്ട്. നെക്സ്റ്റ് നമുക്കിവിടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രിഹെൻഷൻ വരുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇവിടെ ജനറൽ നോളജ് അല്ലെങ്കിൽ ജനറൽ അവയർനെസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് ഓരോന്നിൽ നിന്നും 50 ക്വസ്റ്റ്യൻസ് വീതമാണ് നമുക്ക് കിട്ടുന്നത്. ഈ ക്വസ്റ്റ്യൻസിനെല്ലാം തന്നെ 1 മാർക്ക് വീതമാണ് വെയിറ്റേജ്. ഓക്കെ, അപ്പോൾ 50 × 1 50 × 1 50 × 1 വെച്ചിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ടോട്ടലി നമുക്ക് 200 മാർക്സിലാണ് നമ്മുടെ എക്സാമിനേഷൻ നടക്കാൻ പോകുന്നത്. ആൻഡ് ഇത് കംപ്ലീറ്റ്ലി ഓൺലൈൻ ആണ്. നിങ്ങൾക്ക് ഏത് സെൻറ്റർ വേണമെങ്കിലും, കേരളത്തിൽ ഇഷ്ടംപോലെ സെൻറ്റേഴ്സ് ഉണ്ട്, കോഴിക്കോടും എറണാകുളത്തും ട്രിവാൻഡ്രത്തും ഒക്കെ സെൻറ്റേഴ്സ് വരുന്നുണ്ട്. നിങ്ങൾ ആ നോട്ടിഫിക്കേഷൻ ജസ്റ്റ് നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എക്സാം ആ സെൻറ്ററിൽ പോയിരുന്ന് ഓൺലൈനായിട്ട് തന്നെ എക്സാം എടുക്കാവുന്നതാണ്. സോ പ്ലീസ് റിമെമ്പർ, ഇവിടെ 1 മാർക്കാണ് ഒരു ക്വസ്റ്റ്യൻ കറക്റ്റ് ആക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്. ഇനി നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ യെസ്, നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. 0.25 മാർക്സിൻ്റെ നെഗറ്റീവ് മാർക്കിംഗ് ആണ് വരുന്നത്. അപ്പോൾ കറക്റ്റ് ആക്കിയാൽ ഇവിടെ 1 മാർക്ക് കിട്ടും, തെറ്റിച്ചാൽ ഇവിടെ 1/4 മാർക്ക് പോകും. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? ഓക്കെ, അപ്പോൾ ഇത് ഈ 4 സബ്ജക്റ്റ് വന്നിരിക്കുന്ന എക്സാം പാറ്റേൺ എന്ന് പറയുന്നത് നമ്മുടെ അസിസ്റ്റൻറ്റിൻ്റെയും അതുപോലെ തന്നെ UDC അതായത് അപ്പർ ഡിവിഷൻ ക്ലർക്കിൻ്റെയും എക്സാം പാറ്റേൺ ആണ്. അതേസമയം നിങ്ങൾ JPA ജൂനിയർ പേഴ്സണൽ അസിസ്റ്റൻറ്റിലേക്കാണ് പോകുന്നതെങ്കിൽ, JPAയിലേക്കാണ് പോകുന്നതെങ്കിൽ അവിടെ നമുക്ക് മാത്സ് ഉണ്ട്, റീസണിങ് ഉണ്ട്, ഇംഗ്ലീഷ് വരുന്നുണ്ട്. പക്ഷേ അവിടെ നമുക്ക് ജനറൽ നോളജ് വരുന്നില്ല. സോ പേഴ്സണൽ അസിസ്റ്റൻറ്റിൻ്റെ എക്സാമിലേക്ക് പോകുമ്പോഴേക്കും ജനറൽ നോളജ് നിങ്ങൾക്ക് ഇവിടെ ഉണ്ടാവില്ല. അതിന് പകരം റീസണിങ്ങിനും മാത്സിനും അതുപോലെ തന്നെ, എന്നാൽ ഇംഗ്ലീഷിന് ഇവിടെ ഇരട്ടി മാർക്കായിരിക്കും വരുന്നത്. സോ ഇവിടെ ഈ ഒരു കേസിൽ മാത്രം ഇംഗ്ലീഷിന് ഇവിടെ 100 മാർക്സ് ആയിരിക്കും വരുന്നത്. അപ്പോഴും നമുക്ക് ടോട്ടൽ 200 മാർക്സിൽ തന്നെയാണ് എക്സാമിനേഷൻ നടക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൽ വന്നിരിക്കുന്ന ഒരു വ്യത്യാസം. ക്ലിയർ? അപ്പോൾ നിങ്ങൾക്ക് ഏത് പോസ്റ്റ് ആണോ നോക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതല്ല നിങ്ങൾക്ക് ഇതിലെല്ലാം അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ എല്ലാത്തിലും ഒരുമിച്ച് അപ്ലൈ ചെയ്യാം, അതും പ്രശ്നമൊന്നുമില്ല. നിങ്ങളുടെ സ്ട്രോങ് ഹോൾഡ് ആയിട്ടുള്ളത് ഏതാണോ അതിൽ കൂടുതൽ പ്രയോറിറ്റി കൊടുത്ത് പ്രിപ്പയർ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതാണ് നമ്മുടെ സെലക്ഷൻ പ്രൊസീജിയർ, അതായത് ഒന്നാമത്തെ റിട്ടൺ എക്സാമിനേഷൻ്റെ സ്പെഷ്യാലിറ്റീസ് ആണ് നമ്മളിവിടെ പറഞ്ഞത്. അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇതിന് നമ്മൾ എങ്ങനെ പഠിക്കും, ഇനി പഠിത്തം എന്ത് ചെയ്യണം എന്നാണ് നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി നമ്മുടെ ബേസിക്സ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഇപ്പം ISRO എന്ന് പറയുന്ന ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നത് നിങ്ങൾ ചിലപ്പോൾ ഇപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവും, ചിലപ്പം ചില ആൾക്കാർ ഇതിന് മുമ്പേ വെയിറ്റ് ചെയ്യുന്നവരൊക്കെ ഉണ്ടാകും. പക്ഷേ എനിക്ക് അറിയാൻ കഴിഞ്ഞത് നമ്മുടെ ചാനലിൽ കാണുന്ന സ്റ്റുഡൻസ് അധികവും SSC അല്ലെങ്കിൽ റെയിൽവേസ് ആയിരിക്കും പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവുക അല്ലേ. അപ്പോൾ നിങ്ങൾ ഇതിലേക്ക് നിങ്ങളുടെ ഫോക്കസ് ഫുള്ളി മാറ്റണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. പക്ഷെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന ഇപ്പോൾ SSCയുടെ സ്റ്റെനോഗ്രാഫർ എക്സാമിനോ അല്ലെങ്കിൽ CHSL എക്സാമിനോ ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന കൂടെ തന്നെ നിങ്ങൾക്ക് ഈ എക്സാമിനും പ്രിപ്പയർ ചെയ്യാൻ ഈസിലി സാധിക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒന്നാമത്തെ കാര്യം, ഇതിൻ്റെ കംപ്ലീറ്റ് സിലബസ് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ SSCയുടെയും റെയിൽവേസിൻ്റെയും ഒക്കെ സിലബസ് പോലെ തന്നെയാണ്. അപ്പോൾ അതിൽ എന്തെങ്കിലും ഒരു ഗ്യാപ്പ് ബേസിക്സിൽ വരിക എന്നുണ്ടെങ്കിൽ ആ ഗ്യാപ്പ് കവർ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക. സോ നിങ്ങൾക്ക് നമ്പർ ഓഫ് ഡേയ്സ് എത്രയാണ്, ഇപ്പോൾ 60 അല്ലെങ്കിൽ 90 ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ ആക്ച്വൽ 1/4 അല്ലെങ്കിൽ 25% ഓഫ് ദ ടൈം എന്തെങ്കിലും കോൺസെപ്റ്റ് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അത് ഫിക്സ് ചെയ്യാനാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. ക്ലിയർ? അപ്പോൾ നിങ്ങൾ വേറെ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല, ഓൾറെഡി കുറേ കവേർഡ് ആയിരിക്കും. പക്ഷേ ഇൻ കേസ് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് നോക്കുമ്പോൾ അറിയാം എന്തെങ്കിലും എക്സ്ട്രാ ആയിട്ടുള്ള സാധനം പഠിക്കാനുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ചോദിച്ചിട്ടുണ്ടോ, അങ്ങനെ എന്തെങ്കിലും കോൺസെപ്റ്റ് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അത് ഫിക്സ് ചെയ്യാനാണ് ഈ 1/4 ഓഫ് ദ ടൈം നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങളത് ഏത് എക്സാമിനും ഇപ്പോൾ JPAക്ക് മാത്രം പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ചിലപ്പോൾ ജനറൽ അവയർനെസ്സിൻ്റെ ആവശ്യം വരില്ല, എങ്കിലും ഒരുമിച്ച് എല്ലാത്തിനും കൂടെ അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നമുക്കറിയാം ആപ്റ്റിറ്റ്യൂഡ് വരുന്നുണ്ട്, റീസണിങ് ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, GK ഉണ്ട്. അതിൻ്റെ കൂടെ നമ്മുടെ സ്കിൽ ടെസ്റ്റിലേക്ക് വരുന്ന കമ്പ്യൂട്ടർ അവയർനെസ് ഉണ്ട്. അപ്പോൾ ഇത് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അതുകൂടെ ജസ്റ്റ് ഒന്ന് മനസ്സിൽ വെച്ചോളൂ. ഇത് റിട്ടൺ എക്സാമിൽ കമ്പ്യൂട്ടർ അവയർനെസ് ചോദിക്കുന്നില്ല, പക്ഷേ എങ്കിലും അതിനെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കേണ്ട കാര്യമില്ല. എന്തെങ്കിലും ബേസിക്സ് ഒക്കെ ഈ സമയത്ത് പഠിക്കാൻ സമയം കിട്ടുമെങ്കിൽ കമ്പ്യൂട്ടർ അവയർനെസ് കൂടെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്.
ക്ലിയർ? ഇനി എത്ര മണിക്കൂറാണ് നമ്മൾ ഈ എക്സാമിന് പഠിക്കേണ്ടത്? സോ ഈ ഒരു എക്സാമിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്തു എന്ന് വിചാരിച്ച് ലെറ്റ് മീ ടെൽ യു അഗൈൻ, ഇത് നിങ്ങൾക്ക് ഒരിക്കലും ഒരു ടൈം വേസ്റ്റ് ആകുന്നില്ല. കാരണം മറ്റെല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിലുമുള്ള അതേ കാര്യങ്ങൾ തന്നെയാണ് ഈ എക്സാമിലും ചോദിക്കാൻ പോകുന്നത്. നിങ്ങൾ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് ഇപ്പം ടൈം ആൻഡ് വർക്ക് പഠിച്ചു എന്ന് വിചാരിച്ചോ, അപ്പോൾ അതിലൊരു LCM വെച്ചിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുന്ന കോൺസെപ്റ്റ് പഠിച്ചു. അത് ഇവിടെ മാത്രമല്ല അല്ലേ, എല്ലാ എക്സാംസിലും ടൈം ആൻഡ് വർക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾക്ക് ആ കോൺസെപ്റ്റ് യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ പഠിക്കുന്നത് ഏത് കോമ്പറ്റേറ്റീവ് എക്സാമിന് ആണെങ്കിലും ഇത് അതിൻ്റെ കൂടെ ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതൊരിക്കലും ഒരു വേസ്റ്റ് ആയി പോകില്ല. ഓക്കെ, സോ ഐ വുഡ് സജസ്റ്റ് ഒരു 5 to 6 hours നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. ചിലപ്പോൾ പക്ഷേ വർക്കിംഗ് പ്രൊഫഷണൽസിലൊക്കെ ആണെങ്കിൽ അത്ര കിട്ടണമെന്നില്ല, എങ്കിലും ഒരു 4 മണിക്കൂറെങ്കിലും ഒരു ദിവസം ബേസിക്സ് കവർ ചെയ്യാനായിട്ട് നിങ്ങൾ മസ്റ്റായിട്ടും യൂസ് ചെയ്യണം. അത് ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ. ഇന്റർമീഡിയറ്റ് ഉള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഒരു 4 hours എന്നുള്ളത് മേ ബി 3 hours ഒക്കെ മതിയായിരിക്കും. എന്തെങ്കിലും കോൺസെപ്റ്റിലെ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അത് കവർ ചെയ്യാനാണ് നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതിനെ വീണ്ടും ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഞാനിവിടെ തന്നിട്ടുണ്ട്. അതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ടൈം കൊടുത്തിരിക്കുന്നത് ആപ്റ്റിറ്റ്യൂഡിനും റീസണിങ്ങിനുമാണ്. സോ നിങ്ങൾക്കറിയാം അത് രണ്ടും ഇത്തിരി മാത്സ് ഇത്തിരി ടഫ് ആയിരിക്കും അല്ലേ, ഡിഗ്രി ലെവൽ എക്സാം ആയതുകൊണ്ട്. സോ അതുകൊണ്ട് തന്നെ 90 minutes ആണ് നമ്മളിവിടെ മാത്സിന് 1.5 മണിക്കൂർ, മാത്സിനും 1.5 മണിക്കൂർ റീസണിങ്ങിനും. ഇംഗ്ലീഷിന് നമ്മളിവിടെ 60 minute. അത് JPAക്ക് കൂടുതൽ വെയിറ്റേജ് വരുന്നത് കൊണ്ടാണ് ഇംഗ്ലീഷിന് 60 minute വരുന്നത്. ജനറൽ അവയർനെസ്സിനാണ് ഏറ്റവും കുറവ് വെയിറ്റേജ് കൊടുത്തിരിക്കുന്നത്. കാരണം വെയിറ്റേജ് മീൻസ് പഠിക്കാനുള്ള സമയത്തിലുള്ള പ്രയോറിറ്റി ഏറ്റവും കുറവ് ജനറൽ അവയർനെസ്സിനാണ് കൊടുത്തിരിക്കുന്നത്. കാരണം JPAയുടെ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുമ്പം ഇവിടെ ജനറൽ അവയർനെസ്സിന്റെ ആവശ്യമേ വരുന്നില്ല. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഒരു 30 minutes കമ്പ്യൂട്ടർ അവയർനെസ്സും കൂടെ പഠിക്കുക. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന മറ്റ് എക്സാംസിന്റെ കൂടെ തന്നെ മേ ബി പോസിബിളി ഇത് പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ രണ്ടാമത്തെ ഫേസ് എന്ന് പറയുന്നത് സിലബസ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഫൗണ്ടേഷൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ കോൺസെപ്റ്റ് ഗ്യാപ്പ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി സിലബസ് നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് തന്നെ പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ നമുക്ക് കോൺസെപ്റ്റുകളൊക്കെ പഠിച്ചു, പക്ഷെ കോൺസെപ്റ്റ് മാത്രം പഠിച്ചിട്ട് കാര്യമല്ല, നമുക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് എത്ര പെട്ടെന്ന് സോൾവ് ചെയ്യണം എന്ന് ഉള്ളൊരു സ്കില്ല് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന് പ്രാക്ടീസ് അല്ലാതെ വേറെ ഒരു വഴിയില്ല. ഓക്കെ, സോ ഓൾവേസ് ഈ രണ്ടാമത്തെ ഫേസിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന അടുത്ത സമയം, അതായത് 25% കഴിഞ്ഞു, അടുത്ത 35%ലേക്ക് വരുമ്പോഴേക്കും, നമ്പർ ഓഫ് ഡേയ്സിലേക്ക് വരുമ്പോഴേക്കും നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് തന്നെ പഠിക്കണം. നിങ്ങൾ മിസ്റ്റേക്സ് ഉണ്ടാക്കാം, കുഴപ്പമില്ല, മിസ്റ്റേക്സ് ഉണ്ടാക്കിക്കോളൂ. അതിൽ നിന്ന് നിങ്ങൾ അനലൈസ് ചെയ്തതിന് ശേഷം അതിൽ നിന്ന് ഡെഫിനറ്റ്ലി നിങ്ങൾ ലേൺ ചെയ്തിട്ട് വേണം അടുത്ത ലെവലിലേക്ക് പോകാൻ. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, ഫസ്റ്റ് ആദ്യത്തെ 25% ഓഫ് ദ ടൈം കൊണ്ട് തന്നെ നിങ്ങളുടെ സിലബസ് നിങ്ങൾ കവർ, അതായത് ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ തൊട്ട് തന്നെ നമുക്ക് സെക്ഷൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എടുക്കാം. അതായത് ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻസ് എടുക്കേണ്ട കാര്യമില്ല. ഇപ്പം നിങ്ങൾ മാത്സ് എടുത്താൽ മാത്സിൽ നിന്ന് വരുന്ന എല്ലാ ടോപ്പിക്കിൽ നിന്നുമുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ഈ രണ്ടാമത്തെ ഫേസ് ആകുമ്പോഴേക്കും നിങ്ങൾ റെഡി ആയിട്ടുണ്ടാവണം. ഓക്കെ, അപ്പോൾ അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, ഈ രണ്ടാമത്തെ ഫേസിലേക്ക് വരുമ്പോഴേക്കും നിങ്ങൾ എക്സാമിന് ഏകദേശം പകുതിയെങ്കിലും 50% എങ്കിലും റെഡി ആയിട്ടുണ്ടാകണം. ഓക്കെ, പിന്നെ മാക്സിമം കൂടുതൽ നമ്മൾ ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടുമെന്ന് നോക്കുക. കിട്ടുമെങ്കിൽ അത് വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക. പിന്നെ ഡെയിലി നമ്മൾ ടാർഗറ്റ് ചെയ്യാൻ പോകുന്നത് പ്രാക്ടീസ് ആണ്. പ്രാക്ടീസിലാണ് നമ്മളിവിടെ കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത്. അപ്പോൾ അതിൽ എന്തൊക്കെ പഠിക്കണം എന്നുള്ള കാര്യം ഞാൻ പറയാം. സോ നമ്മൾ ഏതൊക്കെ ടോപ്പിക്സ് ആണ് കൂടുതൽ പഠിക്കേണ്ടത്? ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് എന്തായാലും ക്വസ്റ്റ്യൻസ് കൂടുതൽ വരാൻ പോകുന്നത് ഈ ടോപ്പിക്സിൽ നിന്നായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ മെൻസുറേഷൻ, ഏരിയ ആൻഡ് വോള്യൂം നിങ്ങളുടെ സിലബസിൽ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പം വേറെ ഒരു ടോപ്പിക്ക് ഡേറ്റ സഫിഷ്യൻസി വെച്ചിട്ട് പോലെ ഒരു ടോപ്പിക്ക് ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും, അല്ലെങ്കിൽ ജിയോമെട്രി ഉണ്ടാവുമായിരിക്കും. പക്ഷേ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് എപ്പോഴും വരുന്നത് പെർസെൻറ്റേജ്, റേഷ്യോ, ആവറേജ്, പ്രോഫിറ്റ് ലോസ്, ഇങ്ങനെയുള്ള, പിന്നെ ടൈം, സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ്. അപ്പോൾ ടൈം, സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസും ഒത്തിരി നോക്കണ്ട, ഈ 4 എണ്ണത്തിൽ നിന്ന് എന്തായാലും നമുക്ക് ക്വസ്റ്റ്യൻസ് ഇഷ്ടം പോലെ കിട്ടും. ക്ലിയർ? അപ്പോൾ അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഈ ആദ്യത്തെ 3 ടോപ്പിക്സ് വെച്ചിട്ടാണ് നമ്മുടെ മൊത്തം ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിലെ ക്വസ്റ്റ്യൻസ് ബിൽഡ് ചെയ്തിരിക്കുന്നത് തന്നെ. സോ റേഷ്യോ എന്താണെന്ന് അറിയാതെ നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും സോൾവ് ചെയ്യാൻ പറ്റില്ല, ടൈം, സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ് സോൾവ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ടൈം ആൻഡ് വർക്ക് സോൾവ് ചെയ്യാൻ പറ്റില്ല, മിക്സ്ചർ ആൻഡ് ആലിഗേഷൻ സോൾവ് ചെയ്യാൻ പറ്റില്ല. സോ ഈ 3 ടോപ്പിക്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ബേസിക് ആയിട്ടുള്ള ടോപ്പിക്സും അതിൽ ബേസിക്സ് ആയിട്ടുള്ള കാൽക്കുലേഷൻസും വളരെ പെട്ടെന്ന് മനസ്സുകൊണ്ട് തന്നെ സോൾവ് ചെയ്യാനായിട്ട് നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ടോപ്പിക്സ് ആണ് നമ്മളിവിടെ മാത്സിൽ നിന്നും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്.
ഓക്കെ, ഇനി നമ്മൾ അടുത്തത് റീസണിങ്ങിലേക്ക് വരികയാണെങ്കിൽ റീസണിങ്ങിൽ എപ്പോഴും മിക്ക കോമ്പറ്റേറ്റീവ് എക്സാംസിലും കൂടുതൽ വരാറുള്ളത് ക്വസ്റ്റ്യൻസ് വരുന്നത് അനാലജി, കോഡിംഗ്, ഡീകോഡിംഗ്, ഓഡ് വൺ ഔട്ട് ഒക്കെ തന്നെയായിരിക്കും. സോ അപ്പോൾ ഇവിടെ ആ ടോപ്പിക്സിന് തന്നെ നിങ്ങൾക്ക് ഇവിടെയും ഇമ്പോർട്ടൻസ് കൊടുക്കാം. അനാലജി, ക്ലാസിഫിക്കേഷൻ, കോഡിംഗ്, ഡീകോഡിംഗ്, സീരീസ്, ഈ 4 ടോപ്പിക്സും ഒറ്റ കോൺസെപ്റ്റിൽ, അതായത് ഇതിൻ്റെയൊക്കെ ലോജിക്സ്, അതായത് നമ്മൾ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ലോജിക്സ് വളരെ സിമ്പിൾ ആണ്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ വരുന്നത് ബ്ലഡ് റിലേഷനും ഡിറക്ഷൻ സെൻസും സീറ്റിംഗ് അറേഞ്ച്മെന്റ് പോലെയുള്ള പസിൽസ് ആണ്. സോ ഫസ്റ്റത്തെ ഈ 4 ടോപ്പിക്സ് നിങ്ങൾ നല്ല ക്ലിയർ ആക്കി ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ഈസിലി ചെയ്യാനായിട്ട് പറ്റും. ഇനി അടുത്തത് ഇംഗ്ലീഷ് ആണ്. സോ അപ്പോൾ ഇംഗ്ലീഷിലേക്ക് വരുമ്പോഴേക്കും റീഡിംഗ് കോംപ്രിഹെൻഷൻസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, എറർ ഡിറ്റക്ഷൻ ഉണ്ടാകും, ചില കേസസിൽ ഒരു സെന്റൻസ് തന്നിട്ട് അതിനെ ബെറ്റർ ആക്കാൻ, അതായത് സെന്റൻസ് ഇംപ്രൂവ്മെന്റിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, പിന്നെ ഗ്രാമർ ആൻഡ് വൊക്കാബുലറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാകാം. അപ്പോൾ ഈ ടോപ്പിക്സ് ആണ് നിങ്ങൾ ഇംഗ്ലീഷിൽ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. ഇനി അടുത്തതായിട്ട് വരുന്നത് ജനറൽ അവയർനെസ് ആണ്. അപ്പോൾ ജനറൽ അവയർനെസ്സിൽ എപ്പോഴും ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്നത് കറണ്ട് അഫയേഴ്സിലായിരിക്കും. പ്ലീസ് റിമെമ്പർ, നിങ്ങളിപ്പം PSC എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നത് പോലെയുള്ള കറണ്ട് അഫയേഴ്സ് അല്ല ജനറൽ അവയർനെസ്സിൽ SSC പോലെ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന എക്സാംസിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ വേണ്ടത്. ബിക്കോസ് നിങ്ങൾക്കറിയാം കേരള PSCയിൽ കൂടുതലും കേരള ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക. എന്നാൽ ISRO എന്ന് പറയുന്നത് ഒരു സെൻട്രൽ ഗവൺമെന്റ് അണ്ടർടേക്കിംഗ് ആണ്. സോ ആസ് എ റിസൾട്ട് അവിടെ നിങ്ങൾക്ക് കൂടുതലും ജനറൽ അവയർനെസ്സിലെ ക്വസ്റ്റ്യൻസ് വരുന്നത് ഇന്ത്യ റിലേറ്റഡ് ആയിട്ടായിരിക്കും. അതായത് നാഷണൽ ഇമ്പോർട്ടൻസിൽ വന്നിരിക്കുന്ന കറണ്ട് അഫയേഴ്സിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇവിടെ കൂടുതൽ വരിക. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അപ്പോൾ അത് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ് എക്സാംസിനാണെങ്കിൽ അത് വലിയ സീനുള്ള കാര്യമല്ല. ഓൾറെഡി നിങ്ങൾ ആ റൂട്ടിൽ തന്നെ ആയിരിക്കും നിങ്ങളുടെ പ്രിപ്പറേഷൻ കൊണ്ടുപോകുന്നത്. ഓക്കെ, പിന്നെ വരുന്നത് സ്റ്റാറ്റിക് GK ആണ്. അപ്പോൾ അതിൽ കൂടുതലും സയൻസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, അത് ജനറൽ സയൻസ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് വെച്ചാൽ നമ്മൾ 10th വരെ പഠിക്കുന്ന 10th വരെ പഠിക്കുന്ന ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി ഇതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. പിന്നെ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ്, ഇന്ത്യയുടെ പോളിറ്റി, ഇന്ത്യയുടെ ഹിസ്റ്ററി, ജിയോഗ്രഫി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സമയമുണ്ടെങ്കിൽ, കമ്പ്യൂട്ടർ അവയർനെസ് ആദ്യത്തെ സ്റ്റേജ് എക്സാമിൽ ഇല്ല എങ്കിലും സമയമുണ്ടെങ്കിൽ ഇതൊന്ന് ജസ്റ്റ് ഓടിച്ച് വായിച്ച് നോക്കുകയെങ്കിലും ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ രണ്ടാമത്തെ സ്കിൽ ടെസ്റ്റിലേക്ക് പോകുമ്പോഴേക്കും നിങ്ങൾക്ക് അതൊരു വലിയ ഭാരമായിട്ട് തോന്നില്ല. ഈസിലി ഇത് നിങ്ങൾക്ക് കവർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ചെയ്ത് കഴിഞ്ഞാൽ മൂന്നാമത്തെ ഫേസ് എന്ന് പറയുന്നത് നമ്മൾ മാക്സിമം ആയിട്ട് പ്രാക്ടീസും റിവിഷനും മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരു ടൈം ആയിരിക്കണം. അപ്പോൾ ഇനി വരുന്ന 25% ഓഫ് ദ ടൈം എന്ന് പറയുന്നത് കൂടുതൽ മോക്ക് ടെസ്റ്റുകൾ എടുക്കുക, പ്രീവിയസ് ഇയർ പേപ്പേഴ്സ് മസ്റ്റായിട്ട് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുന്ന ക്വസ്റ്റ്യൻസിൻ്റെ റിവിഷൻ എല്ലാ വീക്കെൻഡ് ആകുമ്പോഴേക്കും പഠിച്ച ടോപ്പിക്കുകൾ ഒന്നുകൂടി നന്നായിട്ട് സ്വന്തം റിവൈസ് ചെയ്തെടുക്കുക. അതിനെ നമ്മൾ ആക്ച്വലി സ്പേസ്ഡ് റെപ്പറ്റീഷൻസ് എന്നാണ് പറയുക. അതായത് ഇപ്പം ഇന്ന് നിങ്ങൾ പഠിച്ചൊരു കാര്യം, ഇന്ന് ചെയ്ത ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, ഇന്ന് കിടക്കാൻ പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കുക, എന്നിട്ട് കിടന്നുറങ്ങുക. എന്നിട്ട് മേ ബി ഒരു 3 days കഴിയുമ്പോൾ ഒന്നും കൂടെ ആ 3 ദിവസം പഠിച്ചത് നോക്കുക. എന്നിട്ട് 1 week കഴിയുമ്പോൾ ആ ഒരാഴ്ച പഠിച്ചത് നോക്കുക. ഇങ്ങനെ ഒരു ഇന്റർവെല്ല് കൊടുത്ത് നിങ്ങൾ മെമ്മറീനെ വീണ്ടും വീണ്ടും റീവിസിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് കൂടുതൽ സമയത്തേക്ക് നിങ്ങളുടെ ബ്രെയിനിൽ കിടക്കും. അവിടെ കൂടുതൽ ഫയറിംഗ് നടന്ന് കൂടുതൽ ന്യൂറൽ പാത്വേസ് ഫോം ചെയ്യുകയാണ് ചെയ്യുക. സോ ആസ് എ റിസൾട്ട് നിങ്ങൾക്കത് കൂടുതൽ സമയം മെമ്മറിയിൽ റീറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. സോ അതിനെയാണ് നമ്മളിവിടെ സ്പേസ്ഡ് റെപ്പറ്റീഷൻ എന്ന് പറയുന്ന ടെക്നിക്കാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബേസിക്കലി ഈ റിവിഷനിലൂടെ നിങ്ങൾക്ക് കൂടുതൽ സമയം ഇത് കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് റീറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത് നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്ന ഈ ഒരു കാര്യം ഇപ്പൊ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ടോപ്പിക്സ് ഇതൊക്കെയാണെന്ന് പറഞ്ഞു. എന്നാൽ അതല്ല, ചിലപ്പം ഈ ഓരോ തവണയും നിങ്ങൾ പഠിക്കാൻ പോകുമ്പോൾ വീഡിയോ കണ്ടിട്ട് പോകുന്നത് അത്ര എളുപ്പമായിരിക്കില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ നമ്മൾ എൻട്രിയിൽ നിന്നും നിങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അത് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഈ വീഡിയോയുടെ ആ മോർ എന്ന് പറയുന്ന ഭാഗം ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സ്റ്റഡി പ്ലാൻ കാണാൻ പറ്റും. സോ അതെടുത്തിട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എപ്പോൾ പഠിക്കണം തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും റൈറ്റിങ്ങിൽ നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടും. അപ്പോൾ ആ ലിങ്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഡയറക്റ്റ്ലി നമ്മുടെ സ്റ്റഡി പ്ലാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, ഇനി നമ്മുടെ ലാസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് മോക്ക് ടെസ്റ്റിന്റെ ഫേസ് ആണ്. അപ്പോൾ നമ്മൾ ഏകദേശം 85% ഓഫ് ദ ടൈം വരെയുള്ളത് കവർ ചെയ്തു. ഇനി ലാസ്റ്റ് ഒരു 15% അവൈലബിൾ ടൈമാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് പുതിയ കോൺസെപ്റ്റ് പഠിക്കുകയോ അല്ലെങ്കിൽ പുതിയ ടോപ്പിക് ഉണ്ടോ എന്ന് നോക്കുകയോ ഒന്നുമല്ല, മോക്ക് ടെസ്റ്റ് ഇത് മാത്രമാണ് ചെയ്യേണ്ടതായിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ മാക്സിമം ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റുകൾ തന്നെ എടുക്കുക. കാരണം 2 മണിക്കൂർ നിങ്ങൾ എക്സാം ഹാളിൽ ഇരുന്ന് ഇത്
വർക്കൗട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ പല സെക്ഷണൽ മോക്ക് ടെസ്റ്റ് നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് നിങ്ങളുടെ സെക്ഷണൽ സ്കോർ ഇംപ്രൂവ് ചെയ്യാൻ ഒത്തിരി ബെറ്റർ ആയിരിക്കും. പക്ഷേ ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റ് എടുത്താൽ മാത്രമാണ് ആ ഫസ്റ്റ് ടു ലാസ്റ്റ് വരെ ഇരിക്കാനുള്ള ഒരു സ്റ്റാമിന നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് ശീലമാവണം. അതിന് വേണ്ടിയിട്ട് കംപ്ലീറ്റ് ആയിട്ടുള്ള ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റുകൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? അപ്പോൾ ഈ ഒരു രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ എക്സാം ഡേറ്റ് വരുമ്പോഴേക്കും നിങ്ങൾക്ക് ഈ എക്സാമിന് വേണ്ടി ഫുള്ളി പ്രിപ്പയർഡ് ആയിട്ടിരിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് വരുന്നത് സ്കിൽ ടെസ്റ്റ് ആണ്. അത് അസിസ്റ്റന്റിനും UDCക്കും അറിയാമല്ലോ. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് സെലക്ഷൻ പ്രൊസീജിയറിൽ. അതിൽ കൂടുതലും വരുന്നത് കമ്പ്യൂട്ടർ അവയർനെസ് ആണ്. അതേസമയം JPAക്ക് ജൂനിയർ പേഴ്സണൽ അസിസ്റ്റന്റിനും പിന്നെ സ്റ്റെനോഗ്രാഫറിനും വരുന്നത് ടൈപ്പിംഗ് ആണ്. അപ്പോൾ അതിൽ ടൈപ്പിംഗ് ആക്യുറസി ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടേക്ക് വരുമ്പോൾ ടൈപ്പിംഗ് ആക്യുറസി അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. സോ ഈ സ്കിൽ ടെസ്റ്റിനുള്ള പ്രിപ്പറേഷനും അതിനുശേഷം നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ അപ്പോൾ ഇവിടെ സാധാരണ കുട്ടികൾ ചെയ്യുന്ന മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ മോക്ക് ടെസ്റ്റ് ഏറ്റവും ലാസ്റ്റിലേക്ക് വെച്ചിട്ട് അവസാനം മോക്ക് ടെസ്റ്റ് എടുക്കാൻ സമയം ഉണ്ടാവില്ല. അത് ചെയ്യരുത്. ലാസ്റ്റ് ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു സമയം നിങ്ങൾ തന്നെ വെക്കുക. അതിനുശേഷം മോക്ക് ടെസ്റ്റ് എടുക്കുക. ആൻഡ് നിങ്ങൾ എത്ര പഠിച്ചിട്ടും കാര്യമില്ല, പഠിച്ചത് നിങ്ങൾ റിവൈസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ബ്രെയിനിൽ ഉണ്ടാവില്ല. അത് നമ്മൾ ആരുടെയും കുറ്റമല്ല, നമ്മുടെ ബ്രെയിനിൻ്റെ ആ ഒരു അനാറ്റമി അങ്ങനെയാണ്. സോ റിവിഷൻ നടത്തിയെങ്കിൽ മാത്രമാണ് ആ ഒരു അറിവിനെ, നിങ്ങൾ പഠിച്ച കാര്യങ്ങളെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുള്ളൂ. ഓക്കെ, പിന്നെ ക്വസ്റ്റ്യൻസ് പ്രോപ്പറായിട്ട് വായിച്ചതിന് ശേഷം മാത്രം സോൾവ് ചെയ്യുക. മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്ത് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, സോ എല്ലാവർക്കും നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മയുണ്ടല്ലോ. ആദ്യം കോൺസെപ്റ്റ്സ് ക്ലിയർ ചെയ്യുക, അതിനുശേഷം പ്രാക്ടീസ് ചെയ്യുക, വീണ്ടും നമ്മൾ റിവിഷൻ, അതിനുശേഷം മോക്ക് ടെസ്റ്റ്, അതിനുശേഷമാണ് നമ്മുടെ സ്കിൽ ടെസ്റ്റിനുള്ള പ്രിപ്പറേഷൻ. അത് വൈകി ചെയ്താലും കുഴപ്പമില്ല. ഫസ്റ്റത്തെ റൗണ്ട് എക്സാം ക്ലിയർ ചെയ്യാൻ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊന്നും മറക്കണ്ട. ഇപ്പം ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ അതുപോലെ തന്നെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ എൻട്രിയിൽ നിന്നും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഒന്നുകൂടി പറയുകയാണ്. അത് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ജസ്റ്റ് മോർ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് കാണും. അതിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ ഫോണിലോ ലാപ്ടോപ്പിലോ ടാബിലോ എവിടെ വെച്ചിട്ട് വേണമെങ്കിലും അതിൻ്റെ റെഫറൻസ് എടുത്ത് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളൂ. അപ്പോൾ ഇനി അടുത്ത തവണ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇതുപോലെയുള്ള വീഡിയോസ് മിസ് ഔട്ട് ആവാതിരിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. മാത്രമല്ല നമ്മുടെ നോട്ടിഫിക്കേഷൻസ് കൂടി ഓൺ ചെയ്തിട്ടുണ്ടെങ്കിലാണ് വരുന്ന വീഡിയോസ് ഉടനെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കൂ. ഓക്കെ, ഈ കാണുന്ന നമ്പർ നമ്മുടെ നമ്പറാണ്. സോ എന്ത് ഡൗട്ട് റിഗാർഡിംഗ് ഏത് എക്സാം, സെൻട്രൽ ഗവൺമെൻറ് എക്സാംസിനെ പറ്റിയിട്ടുണ്ടെങ്കിലും ഈ നമ്പറിലൂടെ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. അടുത്ത തവണ നമുക്ക് വീണ്ടും കാണാം.